വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്തുള്ള മുണ്ടക്കയിലും ചൂരൽമലയിലും 2024 ജൂലൈ മാസം 30 പുലർച്ചെ നടന്ന 2 ഉരുൾപൊട്ടലുകളിൽ ഈ നിമിഷം വരെയും 9 ദിവസം പിന്നിടുമ്പോൾ 398 ആളുകൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും 152 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ തുടർന്നുകൊണ്ടും ഇരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലത്തിൽ ജാതി, മത, സഭ, സാമുദായിക, രാഷ്ട്രീയ വ്യത്യാസം എന്നീ ഭാഷാ വ്യത്യാസം എന്നീ എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോക സമൂഹത്തെ തന്നെ ഞെട്ടിച്ച ഒരു മഹാദുരന്തമായിട്ടാണ് ഈ വാർത്ത നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനേക ആളുകൾ ഈ ദിനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ പരമാനത ബോഡിയായിട്ടുള്ള ഓക്സിലറി കമ്മിറ്റി കോട്ടയത്ത് വെച്ച് കൂടുകയും അതിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ചില കരുതലുകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അടുത്തു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരമപ്രധാനമായിട്ടും ആദ്യമായിട്ടും ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സമസഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈബിൾ സൊസൈറ്റിയായി 151 ബ്രാഞ്ചായിട്ടും ഇന്ത്യയുടെ മണ്ണിലുള്ള 17 ഓക്സിലറീസ് ആയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ദിനങ്ങൾ ഈ ദിവസങ്ങളിൽ വേർതിരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഓക്സിലറി കമ്മിറ്റിയിലും പ്രത്യേക പ്രാർത്ഥനാ സമയം പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വേർതിരിക്കുവാനിടയായി. 68ാമത് വാർഷിക സമ്മേളനം സ്തോത്ര ശുശ്രൂഷയും ഓഗസ്റ്റ് മാസം 20 കോഴിക്കോട് CSI കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അന്നേ ദിവസം വിവിധ സഭകളിൽ നിന്നുള്ള സഭാ മേലധ്യക്ഷന്മാരും പിതാക്കന്മാരും പാസ്റ്റേഴ്സും വ്യത്യസ്ത സഭകളിൽ നിന്നുള്ള അംഗങ്ങളും ബ്രാഞ്ച് ഭാരവാഹികളും ഒക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഈ സ്തോത്ര ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് വയനാടിലെ സമസഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദിനമായിട്ട് അന്നത്തെ ദിനം വേർതിരിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് അന്നത്തെ ഒരു പ്രത്യേക സ്തോത്ര സമർപ്പണം ക്രമീകരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഭാവിയിൽ എങ്ങനെ മുൻപോട്ട് നീങ്ങും എന്ന് ചിന്തിച്ചിരിക്കുന്ന അനേക ആളുകളുണ്ട്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേക ഒരു വിഭവ സമാഹരണം അന്നത്തെ ദിനത്തിൽ ഒരു സ്തോത്ര കാഴ്ചയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ജനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ 1 മാസത്തിലെ ദശാംശം, അതായത് ആകെ ലഭിക്കുന്ന വരുമാനത്തിന്റെ കുറഞ്ഞത് 10-1 എങ്കിലും സ്തോത്ര കാഴ്ചയായിട്ട് അന്നത്തെ മീറ്റിംഗിൽ സമർപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണുള്ളത്. ആ ലഭിക്കുന്ന തുകയും കൂടാതെ അന്ന് മീറ്റിംഗിൽ കടന്നു വരുവാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ യൂട്യൂബ് വീഡിയോയോട് ചേർന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ അക്കൗണ്ട്സിലേക്ക് നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള സംഭാവനകൾ അയച്ചു തന്നാൽ നമുക്കത് ഒരുമിച്ച് ദുരിതം അനുഭവിക്കുന്ന ജനത്തിന് നമ്മുടെ ഒരു സാമ്പത്തിക കൈത്താങ്ങലായിട്ട് കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണമാണ് ഉള്ളത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥിക്കുവാനായിട്ടും സഹകരിക്കുവാനായിട്ടും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിക്ക് വയനാട് റീജിയനായിട്ടും അതുപോലെ അവിടെ ബ്രാഞ്ചായിട്ടുമുള്ള പ്രവർത്തനങ്ങളുണ്ട്. വയനാട് റീജിയന്റെ റീജിയണൽ കോർഡിനേറ്റർ ആയിട്ട് സേവനം ചെയ്യുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻ NK സണ്ണിയച്ചനാണ്. സണ്ണിയച്ചനാണ് അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ക്രമീകരണങ്ങളും നേതൃത്വവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒരു രാത്രി കൊണ്ട് ഉണർന്നെഴുന്നേറ്റപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അനേക കുടുംബങ്ങൾ, അവർക്കുള്ളതെല്ലാം അന്യം നിന്നുപോയി. അവരുടെ ഭവനങ്ങളും അവരുടെ വസ്തുവകകളും അവരുടെ റെക്കോർഡ്സുകളും എല്ലാം നഷ്ടപ്പെട്ടു. അതോടൊപ്പം അവരുടെ പ്രത്യാശയായിട്ടുള്ള ബൈബിളും ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലർക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേദപുസ്തക സമൂഹത്തിന്റെ പ്രത്യേക ക്രമീകരണമായിട്ട് ഫ്രീ ആയിട്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ബൈബിൾ എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക ക്രമീകരണവും ബൈബിൾ സൊസൈറ്റി ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ബൈബിൾ കൊടുക്കുവാനായിട്ടുള്ള അനുവാദം ബൈബിൾ സൊസൈറ്റി സെൻട്രൽ ഓഫീസിൽ നിന്ന് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവരെ കണ്ടെത്തി ബ്രാഞ്ച് ഭാരവാഹികളിലൂടെയും ചർച്ച് ലീഡേഴ്സിലൂടെയും അവർക്കത് എത്തിച്ചു കൊടുക്കുവാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും പ്രായാധിക്യത്തിലുള്ള ആളുകൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, ഒരുപക്ഷെ കാഴ്ചയില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റായിട്ട്
ഓഡിയോ ബൈബിൾസ് എത്തിച്ച് കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സഭാ ലീഡേഴ്സിലൂടെ ആ കാര്യവും ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ വചനം അവർക്കൊരു പ്രത്യാശയായിട്ട്, മുൻപോട്ടുള്ള ജീവിതത്തിന് ഒരു വലിയ പ്രത്യാശയായിട്ട് തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ബൈബിൾ സൊസൈറ്റി സെൻട്രൽ ഓഫീസിലെ ബാംഗ്ലൂരിലായിട്ട് പ്രത്യേക ഒരു വിഭവ സമാഹരണത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ബൈബിൾ സൊസൈറ്റി നാഷണൽ ഓഫീസും അതുപോലെ 17 ഓക്സിലറീസുമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തിനും അവരുടെ മുൻപോട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫൈനാൻഷ്യൽ എയ്ഡ് ഉടൻ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. അതിന്റെ ഇൻഫർമേഷനും ജനറൽ സെക്രട്ടറി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദുരിതം അനുഭവിക്കുന്നവരോട് ബൈബിൾ സൊസൈറ്റിയായിട്ട് ചേർന്ന് നിൽക്കാം. എല്ലാവരും ഒരുമിച്ച് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കാം. ആത്യന്തികമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ വഹിക്കാം. ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവിടെ എല്ലാവർക്കും എത്തിച്ചേരാനോ അതിന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാനോ ഒന്നും കഴിയണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ബൈബിൾ സൊസൈറ്റിയോട് ചേർന്നുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനോട് ചേർന്നുള്ള അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുതും വലുതുമായ തുകകൾ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.